ഇവിടെ ഞങ്ങൾ ഹാപ്പിയാണ്. ഇവിടെ എനിക്ക് ഒരു ബ്രദറിനെ കിട്ടി, ഏറ്റവും ലവബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്ററിനെ കിട്ടി. സ്നേഹം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ഫാമിലിയാണ് എന്റെ അച്ഛനെയും അമ്മയൊക്കെ പോലെ. അത് എന്നെ നോക്കിക്കൊണ്ടിരിക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പേര് ഇത് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ സ്റ്റോറി ആയിട്ടൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. പിന്നെ എൻ്റെ മനസ്സിൽ ഈ എൻ്റെ ഒരു ചെറിയ സ്റ്റോറി കേട്ടിട്ട് ആർക്കെങ്കിലും ഒരു ചെറിയ മോട്ടിവേഷൻ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ എൻ്റെ പേര് നിങ്ങൾക്കറിയാലോ, വിദ്യ എന്നാണ് പേര്. ഞാൻ എൻ്റെ പ്രോപ്പർ സ്ഥലം എന്ന് പറയുന്നത് നെടുമങ്ങാട് ആനാട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ. പിന്നെ ഞാൻ പഠിച്ചത് ആനാട് SNVHSS എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ്. +2 വരെ, 1ാം ക്ലാസ് മുതൽ +2 വരെ ഞാൻ ആനാട് തന്നെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ചെയ്തത് പരുത്തിപ്പാറ MG കോളേജിലാണ്. അത് കഴിഞ്ഞ് ഞാൻ PG ചെയ്തു. പിന്നെ ഞാൻ B.Ed ആണ്. B.Edഉം സെന്റ് തോമസ്, മുക്കോളിക്കൽ സെന്റ് തോമസിലാണ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ എൻ്റെ കുറേ പേഴ്സണൽ പാസ്റ്റ് ലൈഫ് ആയിരിക്കും കുറേ ആളുകൾ സ്ട്രെസ് ചെയ്ത് ചോദിച്ചിരുന്നത്. പാസ്റ്റ് ലൈഫ് നോക്കുകയാണെങ്കിൽ അത്ര സുഖകരമായിരുന്നില്ല. എൻ്റെ ഫസ്റ്റ് മാരേജ് കഴിയുന്നത് 2014ലാണ്. അപ്പോൾ ഞാൻ B.Ed ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ B.Ed ചെയ്തിട്ടാണ് ഞാൻ PG എടുത്തത്. അപ്പോൾ ആ ടൈമിൽ ഒരു സെക്കൻഡ് സെം ടൈമിലായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാ കപ്പിൾസിനെ പോലെ തന്നെ അതൊരു അടിപൊളി ലൈഫായിട്ട് തന്നെ പോയി. 6 മന്തിനുള്ളിൽ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഞാൻ കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ പറയുന്നില്ല, ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. പക്ഷെ എങ്കിലും ഒരുപാട് ആഗ്രഹിച്ച്, ആ ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു 20-21 ഏജ് ആണ്. അപ്പോൾ ആ ടൈമിൽ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, കുറെ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ അതൊന്നും കിട്ടാതെ വന്നപ്പോൾ കുറെ പൊട്ടിത്തെറികൾ ഉണ്ടായി, കുറെ വിഷമങ്ങൾ ഉണ്ടായി, കുറെ സഫർ ചെയ്തു. പിന്നെ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളാണ്. അപ്പോൾ എല്ലാം ഇട്ട് തിരിച്ച് വീട്ടിൽ പോയി നിൽക്കുക എന്നുള്ളതിനെ പറ്റി ഞാൻ ചിന്തിച്ചതേ ഇല്ല. ഒരു പക്ഷെ നേരത്തെ ഞാൻ ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ നാദു എൻ്റെ കൂടെ ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 2-3 വർഷം അവിടെ ഉണ്ടായിരുന്നു. വളരെ സഫർ ചെയ്തു. മോളുടെ പ്രഗ്നൻസി ടൈം തൊട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് സഫർ ചെയ്തു. ഫുഡായാലും പിന്നെ പ്രോപ്പറായിട്ട് കെയർ കിട്ടുന്നില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ഞാൻ സഫർ ചെയ്തു. പിന്നെ ആ സമയത്ത് B.Ed ഞാൻ ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയാണ് പാസ്സായത്. അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, എനിക്ക് കിട്ടിയെന്ന് നിങ്ങളെ അറിയിച്ച് വലിയ ആളാവാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ എത്ര ബുദ്ധിമുട്ടിൽ നിന്നാലും ഇപ്പോഴുള്ള മക്കളോട് ഞാൻ പറയാണ്, നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഒരു കലയായിരിക്കാം, അതിൽ നമ്മൾ 100% കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പഠിത്തത്തിലായിരിക്കാം, അതിൽ നമ്മൾ 100% കൊടുക്കണം. എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മുടെ കഴിവ് തിരിച്ചറിഞ്ഞ്, പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അതിന് എഫേർട്ട് എടുക്കുക. അല്ല, നമുക്കൊരു കലയാണ് ദൈവം തന്നിരിക്കുന്നെങ്കിൽ അതിൽ മാക്സിമം എഫേർട്ട് എടുക്കുക. ഒന്നും അല്ലാതായി പോകരുത്. കാര്യം എനിക്ക് ആ സമയത്ത് ഡാൻസ് എന്നും അങ്ങനെ ചെറുതിലെ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും വീട്ടുകാരെടുത്തിരുന്നില്ല. അപ്പൊ എൻ്റെ മനസ്സിൽ അന്ന് തോന്നിയത്, ഞാൻ പഠിച്ചില്ല എങ്കിൽ ഞാൻ 0 ആയി പോകും എന്ന് തോന്നിയിട്ട് ഞാൻ എൻ്റെ മാക്സിമം ടൈം ഞാൻ എൻ്റെ B.Edന് വേണ്ടിയിട്ട് ലാസ്റ്റ് കുറെ ആയപ്പോഴേക്കും ഞാൻ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് PGക്ക് ചേർന്നു. അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഫീസ് അടയ്ക്കാൻ പലപ്പോഴും കാശ് ഉണ്ടാവാറില്ല, എനിക്കത് തരാറില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ ഓവർകം ചെയ്ത് എങ്ങനെയും ഞാൻ PG, അതും ഞാൻ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി തന്നെയാണ് പാസ്സായത് കേട്ടോ. ഇത് ഞാൻ പിന്നെ ഓർമ്മിപ്പിക്കട്ടെ, ഇത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷന് വേണ്ടി തന്നെയാണ്. നമ്മൾ എന്താണോ അതിനകത്ത് 100% കൊടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് എനിക്ക് നാദുകൊണ്ട്. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നി. ഫിസിക്കലി മെന്റലി ഞാൻ വീക്ക് ആയിക്കൊണ്ടേയിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഞാൻ PSC കോച്ചിങ് എന്ന് പറഞ്ഞ് MA കഴിഞ്ഞ് അങ്ങനെ പൊക്കോണ്ടിരുന്നു. അപ്പോൾ മോളെ നോക്കാൻ ആളില്ല. അങ്ങനെ ഞാൻ കുറെ ഇങ്ങനെ സഫർ ചെയ്തുകൊണ്ടിരുന്നു.
അങ്ങനെ മോള് മോളുണ്ടായി കഴിഞ്ഞതിന് ശേഷം മോക്കൊരു 1 വയസ്സ് 3 മാസമൊക്കെ ആവുമ്പോൾ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അത്രയും സാഹചര്യം വന്നു. നമ്മൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ സഹിക്കുമ്പോൾ നമ്മൾ അവിടെയുള്ള ആളുകളോട് പറയുമ്പോൾ അവർ എൻ്റെ അടുത്ത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ അടുത്തുള്ള എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഇപ്പം കേൾക്കുവാണെങ്കിൽ അവരെന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ വീടിനടുത്തുള്ള തന്നെ ഒരു കപ്പിള് വഴക്കുണ്ടാക്കുന്നു. അവരുടെ ഫ്രണ്ടിലെ പല്ല് ഭർത്താവ് അടിച്ച് പൊളിച്ചു കളഞ്ഞു. എന്നിട്ടും അവര് അവിടെ ജീവിക്കുന്നു. ഇതാണ് എൻ്റെ അടുത്ത് ഒരാൾ എനിക്ക് പറഞ്ഞു തന്നത്. എന്നിട്ടും അവര് ഹസ്ബൻഡിനോടൊപ്പം ജീവിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നിനക്ക് പറ്റുന്നില്ല? എൻ്റെ സ്റ്റോറി എല്ലാവർക്കും അതൊരു സ്റ്റോറി ആയിരുന്നു. ഞാൻ അനുഭവിച്ചതിന് അതിൻ്റെതായ ആഴത്തിൽ കാണാൻ ആർക്കും പറ്റിയില്ല. ഒരു മനുഷ്യനായിട്ട് കണ്ടാലേ അത് ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാസ്റ്റ് എൻ്റെ മോൾക്ക് 1 വയസ്സും 3 മാസവും ഉള്ളപ്പോൾ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ആ സമയത്താണ് ഞാൻ വിളിക്കുന്നത്. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്കുണ്ടാവുന്ന മുറിവുകൾ ഞാൻ സ്വയം ഉണ്ടാക്കുന്നതാണ്, എനിക്കുണ്ടാവുന്ന വേദനകൾ സ്വയം ഞാൻ ഉണ്ടാക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് ഞാൻ പിന്നെ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എൻ്റെ അമ്മയും അച്ഛനും വിളിച്ചു. ഇപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ട്, വിസ്മയ, അങ്ങനെ കുറേ ആളുകൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മരിച്ചു പോകുന്നതും കൊല്ലപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പരിധി വരെ പാരൻസിന്റെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ സ്ഥാനത്ത് എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ഒരു ഫോൺ കോൾ ചെന്നു. ഞാൻ എന്താണ് അനുഭവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ ഒരു പ്രവാസിയായിരുന്നു, ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ തന്നെ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താണ് എടുക്കാനുള്ളത്, നമുക്ക് പ്രശ്നങ്ങൾ പിന്നെ പറഞ്ഞ് പരിഹരിക്കാം, അവിടെ നിന്ന് ഒരിക്കലും ഈ ബന്ധം ഉപേക്ഷിച്ച് നീ ഇറങ്ങി വാ എന്നല്ല പറഞ്ഞത്. പ്രശ്നം നമുക്ക് പിന്നെ പരിഹരിക്കാം, നിനക്കിപ്പോൾ ഉണ്ടായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള വേദന നമുക്ക് ഹീൽ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നിനക്കിപ്പോൾ എന്തെങ്കിലും എടുക്കാനുണ്ടോ, ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇറങ്ങൂ എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റ്സും എൻ്റെ മോളും അല്ലാതെ ആ വീട്ടിൽ എനിക്ക് എടുക്കാനായിട്ട് വേറെ ഒന്നുമില്ല, നല്ല ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ നേരെ എൻ്റെ പാരൻസിൻ്റെ കൂടെ വീട്ടിലേക്ക് പോവുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാരൻസിന് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ അറിയാലോ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നമുക്കൊരു കല്യാണമൊക്കെ വരുമ്പോൾ അവരും കുറച്ച് ടൈറ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് ഇത് വേണം, എൻ്റെ കുഞ്ഞിന് അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് നമുക്ക് ഒന്നും ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്കൊരു ജോലിയാണ് ആവശ്യം എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ മോളെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ ജോലിക്ക് കയറുവാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു എനിക്ക് ലൈഫ് ലൈൻ മൈൻഡ് കെയറിൽ. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഞാൻ 9 വർഷം മുമ്പ് ലൈഫ് ലൈൻ മൈൻഡ് കെയർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അതെന്ന് പറയുന്നത് മൈൻഡ് പവർ ബൂസ്റ്റിംഗ് ചെയ്തിട്ട് നമ്മുടെ സക്സസിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ്സ് ആണ് മെയിനായിട്ട് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട്, സെയിൽസുകാർക്ക് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അവിടെ ഞാൻ എത്തിപ്പെട്ടത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അവിടുത്തെ ആ അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ കുറേ ഹീൽ ചെയ്തത്. എന്നെ ആ ടൈമിൽ കണ്ടവർക്കും എന്നെ ഇപ്പം കാണുന്നവർക്കും എൻ്റെ ചേഞ്ച് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും വിഷമിച്ചിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ എനിക്ക് കുറേ ഹീൽ ചെയ്യാൻ പറ്റി. അവിടെ ഞാൻ ജോലിക്ക് കയറി. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. പിന്നെ മോള് കുഞ്ഞാണ്, അപ്പോൾ എനിക്ക് സപ്പോർട്ട് വേണ്ട ടൈമാണ്. ആരായാലും, നമ്മുടെ ഇപ്പോൾ ഒരു സഹോദരങ്ങളായാലും അമ്മയായാലും അച്ഛനായാലും നമ്മുടെ പാർട്ട്ണർ ആണെങ്കിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ട ടൈമാണ് നമ്മുടെ കുഞ്ഞ് 1 വയസ്സ് മുതൽ അങ്ങോട്ടുള്ളത്. ഇല്ലാത്ത മക്കളും ജീവിക്കുന്നുണ്ട്. അതിലൊരു ഉദാഹരണമാണ് എൻ്റെ നാദു. ഞാൻ ഒറ്റയ്ക്കാണ് വളർത്തിയത്. നാദുവിൻ്റെ ഒരു കാര്യത്തിനും ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് തല ഉയർത്തി നിന്ന് പറയാം. ഞാൻ ഒരാളുടെയും മുന്നിൽ ചെന്നിട്ട് എൻ്റെ മോൾക്ക് ഇത് വേണം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എന്താണോ ഞാൻ ഉണ്ടാക്കിയത് അതിൽ നിന്നിട്ടാണ് ഞാൻ എൻ്റെ മോളെ വളർത്തിയിട്ടുള്ളത് എന്ന് കരുതി അവള് സഫറിങ് അറിഞ്ഞിട്ടില്ല. എല്ലാ ഭാഗ്യവും കൊടുത്തു തന്നെയാണ് ഞാൻ അവളെ വളർത്തിയത്. അങ്ങനെ കുറേ കാലം അങ്ങനെ പോയി. പിന്നെ ഇതിനിടയ്ക്ക് മോളെ സ്കൂളിൽ ചേർക്കുന്ന ടൈം ആയപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു കോൺവെന്റ് സ്കൂളിലാണ് ഞാൻ ചേർത്തത്. അങ്ങനെ മോളുടെ വിദ്യാഭ്യാസമൊക്കെ നല്ല രീതിയിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റി. ഇതെല്ലാം ചെയ്യാൻ പറ്റിയത് എങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് എനിക്ക് ആരുടെയും മുന്നിൽ
തല താഴ്ത്താതെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. നാട്ടിലാണെങ്കിൽ എന്നെ കുറ്റം പറയുന്നവരുണ്ടാവും, എന്നെ സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ടാവും. പക്ഷെ ഞാൻ എടുത്തിട്ടുള്ളത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഫീഡ്ബാക്ക് മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നെഗറ്റീവ് ഒന്നും എന്നെ ബാധിച്ചിട്ടേ ഇല്ല. ആരെന്നെ പറ്റി നെഗറ്റീവ് പറഞ്ഞാലും ഞാനത് കേട്ട് കരഞ്ഞ് തളർന്നിരിക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ വിഷമം വന്നാൽ കരയും. ഞാൻ ഭയങ്കര ഇമോഷണലി വീക്കായിട്ടുള്ള ഒരാളാണ്. വിഷമം വന്നാൽ ഇപ്പോഴും ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമം വരുന്നുണ്ട്. വിഷമം വന്നാൽ കരയണം. നമ്മൾ ഇമോഷൻസ് അങ്ങനെ കടിച്ചു പിടിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്നാൽ നമ്മൾ നെഗറ്റീവ്സ് കേൾക്കുമ്പോൾ അതിലോട്ട് പോവുകയും വേണ്ട. പിന്നെ ആ ടൈമിൽ നമ്മളോട് ആരും നീ ഫുഡ് കഴിച്ചോ, നിനക്ക് നല്ല ഉടുക്കാൻ നല്ല തുണിയുണ്ടോ, ഇങ്ങനെയൊന്നും നമ്മളടുത്ത് ആരും പറയുന്നൊന്നും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ. അതൊക്കെ ആലോചിച്ച് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. വിശന്നിരിക്കുമ്പോൾ കഴിച്ചോ എന്നൊന്നും നമ്മളടുത്ത് ആരും ചോദിക്കില്ല. ഉണ്ടാവും അങ്ങനെ ഒരാൾ വേണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പാർട്ട്ണറിനെ അത് ചിലപ്പോൾ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്കോ അച്ഛനോ ആയിരിക്കണം. ചിലപ്പോൾ അവരും ബിസിയൊക്കെ ആണെങ്കിൽ അവരും ചിലപ്പോൾ നമ്മളോട് ചോദിക്കാൻ വിട്ടുപോകും. അപ്പൊ അതൊന്നും ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സിംഗിൾ പാരന്റ്സ് ആരാണെങ്കിലും, അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും, അതൊന്നും ഓർത്ത് നമ്മൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ സിംഗിൾ ആയിട്ട് നിൽക്കുമ്പോൾ, ഒരു സിംഗിൾ പാരന്റ് എന്നുള്ള നിലയിൽ ഞാൻ സഫർ ചെയ്തിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്. നമ്മളോട് പലതരത്തില് ഫ്രണ്ട്ഷിപ്പ് വെക്കുന്ന ആളുകളുണ്ടാവും. കാശിന് വേണ്ടി മാത്രം നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് വെക്കുന്ന ആളുകളുണ്ടാവും. നമ്മൾ അടുത്തുനിന്ന് ആ കാശ് എന്ന് പറയുന്ന ബെനിഫിറ്റ് മാത്രമേ അവർ ചിലപ്പോൾ കാണുകയുള്ളൂ. അങ്ങനെ എനിക്കൊരു 1-2 ഫ്രണ്ട്സ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് അവരെ കാശ് കൊടുത്ത് സഹായിച്ചു. അവരിപ്പോൾ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണ്. അതിലൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല. അവർ നന്നായല്ലോ, ഞാൻ സഹായിച്ചത് കൊണ്ട് അവർക്ക് നല്ലതല്ലേ വന്നിട്ടുള്ളൂ. അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം. പിന്നെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു കോഫി കുടിച്ചാലോ എന്ന് ചോദിച്ചു വരുന്ന കുറച്ചധികം ആളുകളുണ്ട്. അതും എനിക്ക് ഇപ്പോഴത്തെ ഈ സിംഗിൾ പാരന്റിങ്ങിൽ നിൽക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നമ്മൾ അതിന് വേണ്ടിയിട്ട് ടൈം കൊടുത്തോ, നമുക്കതൊക്കെ വേണം, വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എൻ്റെ അടുത്ത് ഞാൻ അവിടെ നിന്ന് സെപ്പറേറ്റ് ആയി വന്നപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞത്, ഇനി ഒരു നെക്സ്റ്റ് ലൈഫ് വേണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വേണ്ട എന്ന് സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്ത് ജീവിച്ച ഒരാളാണ്. എൻ്റെ നാഥുവിനോട് ചോദിച്ചാലും എൻ്റെ അമ്മ കല്യാണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അടുത്തൊരു ബേബി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരുന്ന ഒരു ബേബി ആയിരുന്നു എൻ്റെ നാഥു. ഒരിക്കലും നാഥു ഇങ്ങനെ ഒരു ഇടത്തേക്ക് വരുമെന്നൊന്നും നമ്മൾ പ്രെഡിക്റ്റ് പോലും ചെയ്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അത്രയും സമയം എടുത്തത് കൊണ്ടാണ് എൻ്റെ ലൈഫിൽ നല്ലത് സംഭവിച്ചതെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. അതായത് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ അടുത്ത് ഒരു കോഫി കുടിക്കാൻ വിളിക്കുന്നവരോ, കാശിന് വേണ്ടി നമ്മുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നവരോ, അല്ലെങ്കിൽ ചിറ്റാറ്റ് ചെയ്യുന്നവരോ ഒന്നും ആയിരിക്കില്ല നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടി നല്ലത് ചിന്തിക്കുന്നത്. നമ്മൾ വീണ് കിടക്കുമ്പോൾ ആരാണോ നമ്മളെ ഹെൽപ്പ് ചെയ്തത്, അങ്ങനെ ഹെൽപ്പ് ചെയ്ത എൻ്റെ ഒരു 3-4 ഫ്രണ്ട്സേ ഉള്ളൂ കേട്ടോ എനിക്ക്. അങ്ങനെ എന്നെ ഏറ്റവും ബുദ്ധിമുട്ടി നിന്നപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തതും എനിക്ക് ഫുഡ് തന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. അപ്പോൾ അവരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും ഞാൻ ഓർക്കുന്നതും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളതും ഒക്കെ എനിക്ക് അവരോടാണ്. പിന്നെ ഞാൻ എങ്ങനെ ഈ ലൈഫ് ചൂസ് ചെയ്തു, എങ്ങനെ ഈ മാരേജിലേക്ക് വന്നു എന്ന് കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ലോങ് പ്രോസസ്സാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ മൈൻഡ് അങ്ങനെ ഒന്ന് സെറ്റ് ആയതെന്ന് പറയുന്നത് വളരെ വലിയൊരു ലോങ് പ്രോസസ്സ് തന്നെയായിരുന്നു. അത് 1-2 വർഷമൊന്നും ആയിരുന്നില്ല, 8 വർഷം. അതായത് എൻ്റെ നാഥുവിന് 1.5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അവിടെ നിന്ന് എല്ലാ കാര്യത്തിനും എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കുട്ടിയാണ് എന്നോടൊപ്പം ഉള്ളത്. പിന്നെ എനിക്ക് മാന്യമായ രീതിയിൽ ജോലി ചെയ്ത് കുഞ്ഞിനെ നോക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നെ തോൽപ്പിച്ചവരുടെ മുന്നിൽ എങ്ങനെയും കാശുണ്ടാക്കി നിവർന്ന് നിൽക്കണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ പ്രൊഫഷൻ BEd ആയിട്ട് കൂടി ഞാൻ ആ ജോലി തിരഞ്ഞെടുക്കാതെ എൻ്റെ വേറൊരു പ്രൊഫഷൻ ഞാൻ ചൂസ് ചെയ്തതിൻ്റെ കാരണം അതുകൊണ്ടാണ്. അതിലെനിക്ക് കുറച്ചും കൂടി ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു BEd പഠിച്ചൊരു സാധാരണ പ്രൈവറ്റ് സ്കൂളിൽ പോയാൽ എത്ര രൂപ കിട്ടും എന്നൊക്കെ കാണുന്ന നിങ്ങളിൽ ചിലർക്കെങ്കിലും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വിട്ടിട്ട് ഇതിലേക്ക് ചൂസ് ചെയ്തത്. ഏൺ ചെയ്തോ എന്ന് ചോദിച്ചാൽ ഞാൻ ഏൺ ചെയ്തു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ സഫർ ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ കോവിഡ് ടൈം ആയിരുന്നു. കോവിഡ് ടൈമിൽ എല്ലായിടങ്ങളിലും ഭയങ്കര ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഞാൻ കൂടുതൽ ഏൺ ചെയ്തത് കോവിഡ് ടൈമിലായിരുന്നു. അതെങ്ങനെയാന്ന് വെച്ചാൽ, എൻ്റെ ഓഫീസിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ആയി. നമ്മൾ ട്രെയിനിങ് ആയതുകൊണ്ട് നമ്മൾ ഓൺലൈൻ ട്രെയിനിങ്സ് കണ്ടക്ട് ചെയ്തു. ഞാൻ കുറച്ചധികം കാശ് എനിക്ക് കിട്ടി. ഇൻസെൻറ്റീവ് ആയിട്ടൊക്കെ എനിക്ക് കാശ് എടുക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് കുറച്ച് ബാങ്ക് സേവിങ്സ് ആ ടൈമിലുണ്ടായി.
പക്ഷേ ഞാൻ വിചാരിക്കാതെ എനിക്ക് കോവിഡ് വന്നു. അത് എൻ്റെ ജീവിതത്തിലെ മറ്റൊരു ഫേസ് ആയിരുന്നു. എൻ്റെ നാദു സഫർ ചെയ്ത ഏറ്റവും വലിയൊരു ടൈമായിരുന്നു. 4.5 വയസ്സുള്ള ടൈമിലാണ് എനിക്ക് കോവിഡ് വരുന്നത്. ഞാൻ 1 മാസം വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റായി. അപ്പോൾ ആ സമയം എൻ്റെ മോള്, എൻ്റെ അച്ഛനും മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിലായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ചെവിയുടെ 2 ഇയർ ബാലൻസും പോയിട്ട് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ആയിട്ട്. അപ്പോൾ മോളെ ഞാൻ എൻ്റെ ഒരു ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് നിർത്തിയത്. ഒരു ഒരു പരിചയം ഇല്ലാത്ത ഒരിടത്തേക്ക് ചെന്ന് പെട്ടപ്പോൾ എൻ്റെ കുഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടി. 1 മാസം അവിടെ അവൾ എങ്ങനെ കഴിച്ചു കൂട്ടി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കാം നാദു എവിടെ പോയാലും നാദു അതുമായിട്ട് അങ്ങ് അഡാപ്റ്റ് ആവും. ഞാൻ തിരിച്ചു വരുമ്പോൾ കാണുന്നത് എന്താ പറയുക, സ്വന്തമായിട്ട് ദിനചര്യകൾ ചെയ്യുന്ന, സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകാൻ, വാഷ് ചെയ്യാൻ അറിയുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ കണ്ടത്. കാര്യം ഞാൻ പോകുമ്പോൾ മര്യാദയ്ക്ക് ഫുഡ് പോലും വാരി കഴിക്കാൻ നാദുവിന് അറിയില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ ചുറ്റും എല്ലാരും പറയാണ്, ആ ഇനി രക്ഷപ്പെടില്ല, ഡോക്ടർ ഒരു 0% ഇത് മാത്രമാണ് നാദു എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അമ്മ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്കിള് വന്ന് പറയും, അമ്മ വരില്ല, അമ്മ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് അവർ പരസ്പരം സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കും, എനിക്ക് അമ്മയല്ലേ ഉള്ളൂ എന്നിങ്ങനെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഞാൻ അവിടെ അങ്ങനെ ഒരു അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന ടൈമിലും ഞാൻ ആ അൺകോൺഷ്യസിലേക്ക് പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാനില്ലെങ്കിൽ അവൾക്ക് ആരുമില്ല എന്നുള്ളതായിരുന്നു എന്നെ കൂടുതൽ, എനിക്ക് തോന്നുന്നു ആ ഒരു തോട്ട് ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ തിരിച്ചു വന്നത്. 32 ദിവസമാണ് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയത്. ആ 32 ദിവസം എൻ്റെ കുട്ടി കുറെ കഷ്ടപ്പെട്ടു. ഒരു പുതിയ അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥലത്ത് കിടന്ന് ഒത്തിരി കഷ്ടപ്പെട്ടു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് അപ്പൊ നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ അവർ ഊരി മാറ്റി വെക്കുമല്ലോ. തിരിച്ചു വന്നപ്പോൾ എൻ്റെ നാഥു എന്നെ ആവശ്യപ്പെട്ടത്, എനിക്ക് വേണ്ടപ്പെട്ട, എന്നെ നോക്കേണ്ട ഒരാള് എനിക്കൊരു പാപ്പം പോലും ഉണ്ടോ എന്ന് അന്വേഷിച്ചില്ല. അപ്പൊ അമ്മയുടെ കഴുത്തിൽ എപ്പോഴും ഇടുന്ന ആ ഒരു മാല, അതിലുള്ള സാധനം ഇനി ഇടരുത് എന്ന് ആവശ്യപ്പെട്ടു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 4.5 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന നമ്മുടെ മക്കൾ നമ്മൾ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞത് പറയണം എന്നുണ്ടെങ്കിൽ അത് അത്രമാത്രം അവളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ആ സ്റ്റേജ് തൊട്ടാണ് ഞാൻ ഒരിക്കലും അവള് ഏറ്റവും ഫസ്റ്റ് കാണേണ്ട ആ ഒരു വ്യക്തിയെ ഞാൻ ഒരിക്കലും ഒരു നെഗറ്റീവ് പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ല. എല്ലാവരും ചോദിക്കുക, എന്തുകൊണ്ട് ഇത്രയും ദ്രോഹിച്ച വ്യക്തിയെ പറ്റി നീ മോശം പറയുന്നില്ല? ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരു പ്യുവർ സോൾ അല്ലേ ആ കുഞ്ഞിനെ ഞാനായിട്ട് അത് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ദൈവമായിട്ട് അങ്ങനെയുള്ള കുറെ അവസരങ്ങൾ തന്നു. ആ വ്യക്തി നമ്മുടെ ലൈഫിൽ വേണ്ട എന്ന് കുഞ്ഞ് സ്വയം തീരുമാനിച്ചതാണ്. പിന്നെ ഇപ്പോഴാണെങ്കിലും കോണ്ടാക്ട് ഒന്നും ഇല്ലാത്ത ആളെ എങ്ങനെയാണ് ഒരു കുഞ്ഞ് ആ ഒരു സ്ഥാനത്തേക്ക് കാണുന്നത്? അവർക്കൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ന്യായീകരണങ്ങൾ കാണുമായിരിക്കും. പക്ഷെ അതൊന്നും ഞങ്ങളെ ഇപ്പൊ ബാധിക്കുന്നില്ല. ഞങ്ങളുടെ ലോകത്ത് വളരെയധികം സന്തോഷവതികളാണ്. എപ്പോഴും എനിക്ക് സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ളത്, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, നാദു ഉള്ളത് കൊണ്ടാണ് എനിക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റിയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ അവിടെ അത്രയും എൻ്റെ ദേഹത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് പാടുകളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ ദൈവം ഇത്രയധികം തരണമായിരുന്നോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ലൈഫ് പഠിച്ചോട്ടെ എന്ന് ദൈവം എനിക്ക് ഇത്രയും സ്കാർ തരണമായിരുന്നോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ പണ്ടുള്ളവരൊക്കെ പറയുന്ന പോലെ കഴിഞ്ഞ ജന്മത്തിലുണ്ടായ എന്തിൻ്റെങ്കിലും ഒക്കെ ബാക്കി പത്രം ആയിരിക്കാം അല്ലേ, അങ്ങനെ വിശ്വസിക്കാം. അങ്ങനെ പറയുമ്പോ അബ്യൂസീവ് ആൾക്കാര് അബ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് ഒന്നും കൊണ്ട് ഒരു റീസൺ ഇതാണെന്ന് പറയാൻ കൊള്ളൂല. അതെ, അബ്യൂസീവ് ആയിട്ടുള്ള അമ്മ ഫലം വിചാരിക്കാൻ പാടില്ല. അബ്യൂസ് ചെയ്യുന്നത് മോശമാണ്, അങ്ങനത്തെ വൃത്തികേടാണ്. എന്തിനാണ് ആ അബ്യൂസ് ചെയ്യുന്നവരുടെ മുന്നിലേക്ക് നമ്മളെ കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാര്യം എന്റെയൊക്കെ ചെറിയ പ്രായമായിരുന്നേ, 21 ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്തറിയാം, ആ ഒരു പ്രായത്തിലൊക്കെ നമ്മള് എക്സ്പെക്ട് ചെയ്ത് പോകുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന, നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ഫൈറ്റ് ചെയ്ത് നേടിയ ആ ലൈഫിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വേറൊരു പേഴ്സൺ ആവുകയാണ്. ശരിക്കും അതുവരെ ഇല്ലാത്ത
എനിക്ക് ബിസിനസ് ഉണ്ട്, എനിക്ക് രാത്രി ഇത്ര മണിക്ക് വരാൻ പറ്റൂ, എനിക്ക് 2 മണിക്ക് ശേഷം എനിക്ക് വീട്ടിൽ കയറാൻ പറ്റൂ എന്നൊക്കെ പറയുന്നിടത്തേക്ക് നമ്മുടെ ലോകം അത്രയും ചുരുങ്ങണോ? നമ്മൾ അത്രയും, ഞാൻ എപ്പോഴും വിചാരിക്കും അങ്ങനെയാണോ, എല്ലാവരുടെ വീട്ടിലും അങ്ങനെയാണോ ചോദിക്കുമ്പോൾ, നീ അത് സഹിക്കണം, നീ അങ്ങനെ സഹിക്കാത്ത എന്തേ, എല്ലായിടത്തും ഒക്കെ എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു സമൂഹം. അപ്പൊ ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്ന് തിരിച്ചറിയാൻ പറ്റാതെ ഒരു 3-4 വർഷം അവിടെ സഫർ ചെയ്യാൻ ഒരു പെൺകുട്ടികളും അങ്ങനെ നിൽക്കരുതെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതെ, ഞാൻ വിഷമിച്ചു പോയ കാര്യം എന്ന് പറഞ്ഞാൽ ലവ് മാരേജ്, അത് ഞാൻ അത്രയും ഫൈറ്റ് ചെയ്ത് ഗുരുവായൂർ കൊണ്ടുപോയി ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് കല്യാണം കഴിച്ച് തിരിച്ച്, എൻ്റെ സെയിം നാട്ടുകാരനാണ്, അപ്പൊ സെയിം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു, തിരിച്ചു വന്നിട്ട് എൻ്റെ പാരൻസിന്റെ മുന്നിൽ ജീവിച്ച് കാണിക്കണം, അങ്ങനെ ഭയങ്കര തോട്ടോടു കൂടി തുടങ്ങിയിട്ട് നമ്മളെ ഭയങ്കരമായിട്ട്, അതായത് നാദുവിനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നാദുവിനെ ഞാൻ പ്രസവിച്ച് വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിലെ എല്ലാ വീടുകളിലും അമ്മായിയമ്മയും ഒക്കെ ആയിട്ടൊക്കെ ചെറിയ കാര്യങ്ങൾ പറയും എന്ന് കരുതി അവരെവിടെ നിന്ന് ഇറക്കി വിട് അങ്ങനെയൊന്നും പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, അതങ്ങനെ സോൾവ് ചെയ്യും. പുള്ളിയുടെ അമ്മയ്ക്ക് കുറച്ച് സുഖമില്ലാത്ത ആളാണ്, അപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പൊന്നുപോലെയാണ് ഞാൻ നോക്കിയിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ട് വന്നിട്ട്, നീ എന്താണ് എൻ്റെ അമ്മയുടെ അടുത്ത് അങ്ങനെ സംസാരിക്കുന്നത്, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിന് റിപ്ലൈ ഇല്ലാതെ നമ്മൾ അടിക്കുക. അപ്പൊ 2 മാസേ ആയിട്ടുള്ളൂ ഞാൻ നാദുവിനെ പ്രസവിച്ചിട്ട്. അപ്പൊ അടിക്കുക, അങ്ങനെ പിന്നെയും ബ്ലീഡിങ് ആവുക, സിസേറിയൻ ആയിരുന്നു അതും, ബ്ലീഡിങ് ആവുക, പിന്നെ അതർ റിലേഷൻഷിപ്പിലേക്ക് പോവുക. നമുക്ക് ഒരു പരിധി വരെ ആളുകൾ 1-2 ഇമോറൽ റിലേഷനിലേക്ക് ചെന്ന് പെട്ടു, അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം അല്ലേ. അല്ലാതെ കണ്ടിന്യൂസ്ലി അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടിന്യൂസ്ലി ഒന്നിലധികം ആളുകളുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്ന ആളിനെ നമുക്ക് എന്താ ധ്യാനം കൂടി തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെ വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തരം. ഞാൻ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ച് ഞാൻ അവിടെ സ്പെൻഡ് ചെയ്ത ടൈമിൽ എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കര മോശമായി. എനിക്ക് ഇപ്പോഴും അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അവിടുന്ന് കിട്ടുന്ന അടിയും വഴക്ക് ബഹളം, ഇതിൻ്റെ ട്രോമാസ്, ഇതിൻ്റെ മെന്റൽ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഞാൻ കോവിഡ് ടൈമിൽ ഒരു 29 വയസ്സായിരുന്നു എനിക്ക് ആ ടൈമിൽ അങ്ങനെ ആരും മരണത്തിന്റെ വക്കിലൊന്നും പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ പോയതും ഒക്കെ നമ്മൾ ഫിസിക്കലി വീക്കാണ്, നമ്മുടെ കണ്ടീഷൻ അത്രയും മോശമായിട്ട് പോയേക്കുവാണ്. അപ്പോൾ അത്രയും അങ്ങനെ കാണിക്കുന്ന വ്യക്തികൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവർക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം, അവർക്ക് മറ്റൊരു രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഒരു കല്യാണം കഴിക്കരുത് എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി കല്യാണം കഴിച്ചത് പുള്ളിയുടെ ഒരു തലമുറ ഉണ്ടാക്കണം, അതൊരു നല്ല ഫാമിലിയിൽ നിന്ന് തന്നെ വേണം എന്ന് കരുതിക്കുട്ടി വിചാരിച്ചിട്ടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെങ്ങനെയും ജീവിക്കും, അത് അവളുടെ ബാധ്യതയാണ്, അതിനെ വളർത്തുക എന്നുള്ളത് അതിന്റെ ബാധ്യതയാണ്. അതിന്റെ ഒരു കാര്യം A to Z കാര്യങ്ങളുണ്ടാവും ഒരു കുഞ്ഞിന് ചെയ്തു കൊടുക്കാനായിട്ട്. ഒരു കാര്യം പോലും ഇന്ന് ഈ നിമിഷം വരെ ചെയ്തു കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ നാട് ഒരു ചെറിയ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് അവിടെ എന്തും പോവും. ആളുകളുടെ അടുത്ത് അവൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ അങ്ങനെയാണോ എന്ന് പറഞ്ഞ് കേട്ടിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും ഉണ്ട്, ഇത് കേൾക്കാത്ത കുറെ ആൾക്കാരും ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ ഇഷ്യൂ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ പോലീസ് കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും എനിക്കൊരു ഭയങ്കര മോശം അനുഭവം ഉണ്ടായി. കാര്യം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അതിനു മുന്നേ തന്നെ ഇവരവിടെ പോയിട്ട് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. നാട്ടിൽ നല്ല രീതിയിൽ ഒരു ഗവൺമെന്റ് സർവീസിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്ക് സപ്പോർട്ടിന് ഇത്രയും പ്രിവിലേജ് ഉള്ള കുറെ ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും അതെന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ന്യായത്തിന്റെ കൂടെ, അവർക്ക് ന്യായം എന്ന് തോന്നുന്ന കാര്യത്തിന്റെ കൂടെ നിൽക്കണം അല്ലെ. അവിടെ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു നാട്ടുകാരനാണെന്നുള്ള പരിഗണന കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ ചെന്നിട്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് മറ്റേ ആളെ തോൽപ്പിച്ച് കളയാം, അങ്ങനെയൊക്കെയുള്ള തോട്ട് വരുന്നത് തന്നെ വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്നൊരു നീതി കിട്ടും എന്ന് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതവിടെ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഈ ഒരു 8 വർഷം നീ എന്ത് ചെയ്തു ആ റിലേഷൻഷിപ്പിന് എന്ന് വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മാക്സിമം എഫേർട്ട് എടുത്തു, അത് ശരിയാവും എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം എഫേർട്ട് എടുത്തു. പക്ഷെ ഒരിക്കലും ഇത്രയും അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളെ
എൻ്റെ കുഞ്ഞിന് അച്ഛാന്ന് വിളിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അതെൻ്റെ ഭർത്താവായിട്ട് ഇരിക്കണമെന്നോ ഞാൻ പിന്നീട് ആഗ്രഹിച്ചില്ല. പുള്ളിക്ക് ഞങ്ങളെ വേണ്ട, ഒരുപാട് ലോകം പുള്ളിക്കുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരാളെ കഷ്ടപ്പെട്ട് നേടിക്കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് അത് അവിടെ ഡ്രോപ്പ് ചെയ്തതും. പിന്നീട് കൗൺസിലിങ് അങ്ങനെ കുറെ കാര്യങ്ങളിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ കടന്നു പോയത്. അതൊക്കെ വേണമല്ലോ, ഇപ്പോഴത്തെ കുറെ പ്രൊസീജിയർ അനുസരിച്ച് അങ്ങനെയൊക്കെ വേണം എന്നാണല്ലോ. അപ്പൊ അതൊക്കെ നോക്കി വർക്കായില്ല. അതുകൊണ്ട് നമ്മളത് ഡ്രോപ്പ് ചെയ്തു. ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നെ നാദുവിനെ സംബന്ധിച്ച്, നാദുവിനെ ഞാൻ പുതിയ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ഒരാളില്ല എങ്കിലും ഇൻ കേസ് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടായാൽ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവള് കംഫർട്ടായിരിക്കണം, അവളുടെ ഒരു കാര്യങ്ങൾക്കും ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതിൽ ഇനി ചെയ്യാൻ പാടില്ല എന്നൊരു ബാരിയറോ ഒന്നും വെക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ വെക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഏട്ടനെ പരിചയപ്പെടുന്നത്. സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് പരിചയപ്പെട്ടത്. അങ്ങനെ പരിചയപ്പെട്ട് കുറച്ചു കാലം നമ്മൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ഉടനെ സംസാരിച്ച ഉടനെ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ ഇരുന്നില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ, കുഞ്ഞിന്റെ കാര്യവും അവിടെ മക്കളുടെ കാര്യവും സൗഭാഗ്യയുടെയും, പിന്നെ നിങ്ങളൊരു കന്യാകുമാരി ട്രിപ്പ് പോയ അതിന്റെ വിശേഷങ്ങളും, അർജുന്റെ കാര്യവും അങ്ങനെ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നല്ലൊരു അച്ഛനാണ്, നല്ലൊരു ബ്രദറാണ്, നല്ലൊരു മോനാണ്, അച്ഛനും അമ്മയൊക്കെ ഇത്രയും ബഹുമാനിക്കുന്ന ഒരു നല്ലൊരു മോനാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റി. പിന്നെ പുള്ളിയുടെ ഫസ്റ്റ് വൈഫ് പോയതിന്റെ ഒരുപാട് വിഷമങ്ങൾ, അപ്പോൾ അത്രയും വിഷമിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇങ്ങനെയും ആളുകളുണ്ട്, ഭാര്യയൊക്കെ ഇത്രയും സ്നേഹിക്കാൻ പറ്റുന്നതും അവരുടെ വിയോഗം ഇത്രയും ബുദ്ധിമുട്ടായിട്ട് കാണുന്നതും. അവര് പോയപ്പോ എൻ്റെ ലോകമേ അവസാനിച്ചു. അമ്മയും പപ്പയും ഭാര്യയും പോയപ്പോൾ എൻ്റെ ലോകമേ അതായിരുന്നു എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ ശരിക്കും എനിക്കതൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ എനിക്ക് മനസ്സിലായോ, ഇങ്ങനെയും ആളുകൾക്ക് സ്നേഹിക്കാൻ പറ്റും. പിന്നെ ഇതുപോലെയാണ് എൻ്റെ വീട്ടിലും. എൻ്റെ അച്ഛനും അമ്മയൊന്നും വഴക്കുണ്ടാക്കിയെന്നും, അവരും ലവ് മാരേജ് ആയിരുന്നു. അവര് വഴക്കുണ്ടാക്കുന്നതോ അടിയുണ്ടാക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അവരൊക്കെ സാധാരണ ആൾക്കാർ, നമ്മളെയൊക്കെ പോലെ സാധാരണ ജീവിതം നയിക്കുന്നവരാണ്. അവർ അടിയുണ്ടാക്കുന്നതോ വഴക്കുണ്ടാക്കുന്നതോ ഒന്നും ഞാനും കണ്ടിട്ടില്ല. പിന്നെ അപ്പൊ ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, ഇവിടെയും അങ്ങനെയുള്ള ആളുകൾ ഉണ്ട്. എല്ലാവരുടെയും ലൈഫിലൊന്നും ഇത്തരം കാര്യങ്ങൾ, എനിക്ക് പറ്റിയതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പം എപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന ആളുകൾക്ക് എപ്പോഴും പറ്റുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു തോട്ടുണ്ട്, ഇനി ഒരു ലൈഫിൽ പോയാലും എനിക്ക് ഇതായിരിക്കും അവസ്ഥ എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ അല്ല. അതുകൊണ്ടാണ് ഞാനും നാദുവും ഒരുമിച്ച് ഈ ഡിസിഷൻ എടുത്തത്. എന്നാ പിന്നെ ഈ അരുൺ ശേഖറിനെ അങ്ങ് കല്യാണം കഴിച്ച് നാദുവിന് അച്ഛനും എനിക്കൊരു ഭർത്താവും ആവട്ടെ എന്ന് ചിന്തിച്ചത്. അല്ലേ? എന്ത് പറയുന്നു അച്ഛനെ കുറിച്ച്? അച്ഛനെ ഇഷ്ടമാണോ? യെസ്. ഇതാണ് എനിക്ക് വേണ്ടത്. അച്ഛനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാദു ഉള്ളിന്റെ ഉള്ളിന്ന് പറയുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നാദു ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട്. അത് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ലൈഫ് ചൂസ് ചെയ്തത്. ഇവിടെ ഞങ്ങൾ ഹാപ്പിയാണ്. ഇവിടെ എനിക്ക് ഒരു ബ്രദറിനെ കിട്ടി, ഏറ്റവും ലവബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്ററിനെ കിട്ടി. എനിക്ക് അതെങ്ങനെ പറയണം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇനി അതെനിക്ക് പറയാൻ അറിയില്ല, എനിക്ക് വിഷമം വരും. കാര്യം ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ട്, ഞങ്ങളെ ഇത്രയും ആർക്കെങ്കിലും ഒക്കെ സ്നേഹിക്കാൻ പറ്റും, ഞങ്ങളും സ്നേഹം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ഫാമിലിയാണ്. എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ പോലെ ഞങ്ങളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന, ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നു, ഞങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്കൊരു സ്പേസ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ ആരെങ്കിലും ഒക്കെയാണ്, ഞങ്ങൾക്കും കുറെ കാര്യങ്ങൾ ആഗ്രഹമൊക്കെ ഉള്ളതും ഒക്കെ തിരിച്ചറിയുന്ന കുറെ വ്യക്തികളാണ് ഈ വീട്ടിലുള്ളത്. എൻ്റെ മക്കളാണെങ്കിലും അനുവാണെങ്കിലും മനുവാണെങ്കിലും ഒക്കെ ശരിക്കും എനിക്ക് തരുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾക്കും ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ട്, ഫാമിലി ഉണ്ട് എന്നെനിക്കിപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും അങ്ങ് അഭിമാനത്തോടെ പറയുകയാണെന്നേ. എൻ്റെ വീട്ടില് എനിക്ക് ബ്രദറുണ്ട്, എൻ്റെ സിസ്റ്ററുണ്ട്, എൻ്റെ സിസ്റ്ററാണ് സൗഭാഗ്യ എന്നൊക്കെ ഞാൻ ഭയങ്കര അഭിമാനത്തോടെ. പിന്നെ താര ടീച്ചർ, എത്ര പറഞ്ഞാലും മതിയാവില്ല. എപ്പോഴും അങ്ങ് സ്നേഹിക്കുക. ഇപ്പൊ കാണുമ്പോഴും അത്രയും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. എപ്പോഴും നമ്മളെ അങ്ങ് എങ്ങനെ പറയണ്ടേ, അങ്ങ് കെയർ തരും. അപ്പൊ ഞാൻ ശരിക്കും എൻ്റെ അമ്മയെ പോലെ, എൻ്റെ അമ്മ പറയുന്ന പോലെ എനിക്ക് അങ്ങ് ഫീൽ ചെയ്യും.
പിന്നെ എൻ്റെ നാദൂനായാലും ഒരിക്കലും മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. എങ്ങനെയാണോ കൊച്ചു ഇവിടെ ഉള്ളത്, എങ്ങനെയാണോ അനു ഇവിടെ ഉള്ളത്, മനു ഇവിടെ ഉള്ളത്, അതുപോലെ എൻ്റെ നാദൂനെയും എല്ലാവരും അങ്ങ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏട്ടനാണെങ്കിലും അർജുനാണെങ്കിലും, അർജുനെ എല്ലാവർക്കും അറിയാമല്ലോ, അർജുൻ അങ്ങനെ എല്ലാവരോടും പെട്ടെന്നൊന്നും സെറ്റ് ആവുന്ന ഒരാളല്ല. പക്ഷെ എൻ്റെ നാദുവിനെ അങ്ങ് എങ്ങനെയാണോ മക്കളെ എല്ലാരെയും കാണുന്നത് അതുപോലെ തന്നെയാണ് കാണുന്നത്, അതുപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മോളെ ഡാൻസ് പഠിപ്പിക്കണം എന്നൊക്കെ. അവളുടെ ഉള്ളിൽ ഇത്രയും ഇതായിട്ട് കല ഒളിഞ്ഞു കിടപ്പുന്നുണ്ടെന്ന് ഞാൻ ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. അവള് നന്നായി കളിക്കുന്നുണ്ട്, അതിനകത്തൊരു പാഷൻ ഉണ്ട്. പിന്നെ എനിക്കറിയില്ലേ, ചിത്തി എന്ന് പറഞ്ഞാലൊക്കെ അങ്ങ് ജീവനാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിത്തി പഠിപ്പിക്കുന്ന കാര്യങ്ങള്, നട്ടുവാങ്കം അത് ചിത്തി ചെയ്യുന്നത് ഞാൻ അന്ന് അത് ശ്രദ്ധിച്ചത് കൊണ്ട് എനിക്ക് ഇന്ന് ഇത് ചെയ്യാൻ പറ്റി. ഇങ്ങനെ ഓരോന്ന് എന്തൊക്കെയാണോ ചിത്തി ചെയ്യുന്നത് ഇങ്ങനെ നോക്കി 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 ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അതുപോലെ പറയും എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അതൊക്കെ ഒരു ഭയങ്കര ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു സ്വർഗലോകത്താണ്. അത് ഇവിടമാണ്, ഞങ്ങളുടെ ഫാമിലിയാണ്. അപ്പൊ എൻ്റെ ഈ സ്റ്റോറി കുറച്ചു പേർക്കെങ്കിലും മോട്ടിവേഷൻ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയി കാണാം. ബൈ. ചോദിക്കരുത് വൈകിട്ടപ്പിൽ അനു കടലിൽ കാല് നനയ്ക്കാൻ അതെ, അനു ഇപ്പൊ കടലിൽ കാല് നനയ്ക്കാൻ പോയേക്കാണ് ഗൈസ്, അതുകൊണ്ടാണ് ഇവിടെ കാണാത്തത്. അനുവും അനുവും കൂടെ കാണാൻ. ബൈ. ഓക്കെ ബൈ.